നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ തുടർന്നുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സെയിൽസ് റിട്ടേൺ, ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടിനെ പറ്റിയാണ്. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്, റിവേഴ്സ് തുടങ്ങിയവയെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യം ക്രെഡിറ്റ് നോട്ട്, അതിൻ്റെ ഫങ്ഷൻ കീ കൺട്രോൾ F8. അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക. ഇപ്പോൾ ഇവിടെ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും ഒന്നും ആക്റ്റീവ് അല്ല. അത് ആക്റ്റീവ് ആക്കണമെങ്കിൽ നമ്മൾ ഫീച്ചേഴ്സ് എടുക്കുക, F11 ഫീച്ചേഴ്സ് എടുക്കുക. അതിൽ ഓപ്ഷൻ ഉണ്ട്, യൂസ് ഡെബിറ്റ് നോട്ട് ആൻഡ് ക്രെഡിറ്റ് നോട്ട്. എസ് കൊടുത്താൽ മാത്രമേ അത് ആക്റ്റീവ് ആവുകയുള്ളൂ. പിന്നെ ഇവിടെ റെക്കോർഡ് ക്രെഡിറ്റ് നോട്ട്, അത് ഇൻവോയ്സ് മോഡ്, ഡെബിറ്റ് നോട്ട് ഇൻവോയ്സ്, അത് എസ് ആക്കുക. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ മാത്രമേ നമുക്ക് ക്രെഡിറ്റ് നോട്ട് ഇപ്പോൾ ഉണ്ടാകും. ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട് ആക്റ്റീവായി. ക്രെഡിറ്റ് നോട്ട് എന്ന് വെച്ചാൽ നമ്മൾ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ അതിൻ്റെ എൻട്രി കൊടുക്കാനാണ് ക്രെഡിറ്റ് നോട്ട്. ഡെബിറ്റ് നോട്ടാണെങ്കിൽ പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി കൊടുക്കാനാണ് ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് ക്രെഡിറ്റ് നോട്ട് എടുക്കാം. അത് ഒന്നുകിൽ ക്രെഡിറ്റ് നോട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ F8 കീബോർഡിൽ അടിച്ചാൽ മതിയാവും. നമുക്ക് ഇതിന് ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, സെയിൽസ് റിട്ടേൺ കൊടുക്കാനാണല്ലോ. അപ്പോൾ ആദ്യം സെയിൽ ബില്ല് ഇഷ്യൂ ചെയ്ത ആ നമ്പർ നമ്മളിവിടെ കൊടുക്കണം. ഏത് ബില്ലിന് അഗെയിൻസ്റ്റാണ് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ എന്ന് വെച്ചാൽ ബിൽ നമ്പർ, ഇൻവോയ്സ് നമ്പർ 1 അത് കൊടുക്കുക. ABC കമ്പനിയുടെ ഒരു സെയിൽസ് ഇൻവോയ്സ് ഉണ്ട്, ABC കൊടുക്കുക. 1180 അങ്ങനെ ഒരു ബില്ലുണ്ട്. ആ ബില്ലിന് അഗെയിൻസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പാർട്ടിയെ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ പാർട്ടിയെ ഡെബിറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ റിവേഴ്സ് എൻട്രി വരും, അത് ക്രെഡിറ്റ് ചെയ്യുക, പാർട്ടിയെ ക്രെഡിറ്റ് ചെയ്യുക. സെയിൽസ് റിട്ടേൺ വരും, ബൈ സെയിൽസ് റിട്ടേൺ. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. Alt+C കൊടുത്തിട്ട് സെയിൽസ് റിട്ടേൺ, അത് അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിൽ തന്നെ. ഇൻവെൻ്ററി വാല്യൂസ് എസ് കൊടുക്കുക, GST എസ്. അതിപ്പോൾ സർവീസ് അല്ല, ഗുഡ്സ്. സെയിൽസ് ടാക്സബിൾ തന്നെ കൊടുത്താൽ മതി. സെയിൽസ് റിട്ടേണിൻ്റെ അവിടെ 1000 ആണ് സെയിൽസ് വാല്യൂ ഉള്ളൂ, ബാക്കി ടാക്സ് ആണ്. ബൈ ഔട്ട്പുട്ട് CGST 90. ഇപ്പോൾ ആ സെയിൽ ബില്ല് റിവേഴ്സായി. അത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തപ്പോൾ ആ സെയിൽ ബില്ല് റിവേഴ്സായി. പ്രൊവൈഡ് GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ്, അത് റീസണാണ് കൊടുക്കേണ്ടത്. ക്രെഡിറ്റ് നോട്ടിൻ്റെ റീസൺ സെയിൽസ് റിട്ടേൺ, നമ്മൾ സെയിൽസ് റിട്ടേൺ ആയതുകൊണ്ട് സെയിൽസ് റിട്ടേൺ കൊടുക്കുക. അല്ലെങ്കിൽ പോസ്റ്റ് സെയിൽസ് ഡിസ്കൗണ്ട് ആണെങ്കിൽ അത് കൊടുക്കുക. ഡെഫിഷ്യൻസി സർവീസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഏതാ റീസൺ എന്ന് വെച്ചാൽ അത് കൊടുക്കാനാണ്. ഇതിപ്പോൾ സെയിൽസ് റിട്ടേൺ കൊടുത്താൽ മതി. ബയ്യേഴ്സ് ഡെബിറ്റ് നോട്ട് നമ്പർ, ബയ്യർ നമുക്കൊരു ഡെബിറ്റ് നോട്ട് ഇങ്ങോട്ട് ഇഷ്യൂ ചെയ്യില്ല, അതിന് അഗേൻസ്റ്റാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ ബയ്യറിൻ്റെ ഡെബിറ്റ് നോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നമ്പർ കൊടുക്കാം. അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഡേറ്റ് ഒന്നും ഇവിടെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പറ്റില്ല. ആണ് ക്രെഡിറ്റ് നോട്ടിൻ്റെ എൻട്രി. ഇനി നമ്മളിത് കാണുമ്പോൾ സെയിൽസ് എൻട്രി റിവേഴ്സ് ആയിട്ടുണ്ടാവും. അതിന് വേണ്ടി ഒന്നുകിൽ ABC കമ്പനിയാണല്ലോ, ABC കമ്പനിയുടെ ലെഡ്ജർ എടുത്താൽ മതിയാവും. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് സെയിൽസ് അക്കൗണ്ട് എടുക്കുക, അവിടെ കാണാൻ പറ്റും. GST സെയിൽസ് 18% ആണ്, അത് റിവേഴ്സായി. അതിനാണ് നമ്മൾ ക്രെഡിറ്റ് നോട്ട് കൊടുത്തത്. അപ്പോൾ അത് സെയിൽസ് ഒന്നും ഇല്ലാണ്ടായി. സെയിൽസ് റിട്ടേൺ ആയി. നമ്മൾ
സെയിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത് അത് റിട്ടേൺ അടിച്ചു, ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തു, ആ സെയിലില്ല. അപ്പം അല്ലെങ്കിൽ ഒന്നുകിൽ ABC-യുടെ ലെഡ്ജറായിരുന്നല്ലോ അത്, ABC അക്കൗണ്ട് ബുക്സ് ലെഡ്ജർ എടുത്തിട്ട് ABC എടുത്താലും കാണാൻ പറ്റും ആ റിവേഴ്സ് എൻട്രി ക്രെഡിറ്റ് നോട്ടിൻ്റെ. സെയിൽ ചെയ്ത സാധനം റിട്ടേൺ ആയി, അപ്പോൾ സെയിലില്ല എഫക്റ്റ്. അതാണ് ക്രെഡിറ്റ് നോട്ടിൻ്റെ എൻട്രി. അടുത്തത് ഡെബിറ്റ് നോട്ട് യൂസ്ഡ് ഫോർ പർച്ചേസ് റിട്ടേൺ എൻട്രീസ്. പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി കൊടുക്കാനായിട്ടാണ് ഇത് ഡെബിറ്റ് നോട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+F9. അതെന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് വൗച്ചറിൽ പോവുക, ഡെബിറ്റ് നോട്ട് F9. ഒന്നിൽ Ctrl+F9 കീബോർഡിലടിക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ, നമ്മൾ നേരത്തെ കൊടുത്തേക്കുന്ന ഇൻവോയ്സ് നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം. നേരത്തെ ഒരു എസ് എസ് കമ്പനി. ഇവിടെ നമുക്ക് ഏതാ എമൗണ്ട്, ഡെബിറ്റ് നോട്ടിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. 1180 എന്ന് കൊടുക്കാം. എഗെയിൻസ്റ്റ് എക്സ്പെൻസ് 2361 ഉണ്ട്. ഇൻവോയ്സ് നമ്പർ 121 ആണ്, അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്പർ കൊടുത്തപ്പോൾ മാറിപ്പോയി. S121 കൊടുക്കുക. എസ് കമ്പനി. പാർട്ടിയുടെ പേര്, ഈ പാർട്ടിയുടെയാണ് പർച്ചേസ് റിട്ടേൺ നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഗുഡ്സ്. 1180. എഗെയിൻസ്റ്റ് റെഫറൻസ് ഈ ബില്ലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, സപ്ലയറുടെ കിട്ടിയിരിക്കുന്ന ബില്ല്. അതിൻ്റെ അഗെയിൻസ്റ്റാണ് ഡെബിറ്റ് നോട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതടിക്കുക. പർച്ചേസ് റിട്ടേൺ, അത് നമ്മൾ സെയിൽസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ പർച്ചേസ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യുക. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സ്. അണ്ടർ പർച്ചേസ് ടാക്സബിൾ. പർച്ചേസ് റിട്ടേൺ ഇത് ടാക്സും കൂടെ കൂടിയ വാല്യൂ ആണ് 1180. അപ്പോൾ ടാക്സബിൾ വാല്യൂ 1000 കൊടുക്കുക. ടാക്സ് സെപ്പറേറ്റ് കാണിക്കുക, എന്നാലും ടാക്സ് റിവേഴ്സ് ആവുള്ളൂല്ലോ. ഇത് ഇൻപുട്ടിലാണ് നമ്മൾ കൊടുത്തേക്കണം. ഇൻപുട്ട് CGST 9%, 90. ഇൻപുട്ട് SGST 9%, 90 കൊടുക്കുക. ഇത് നേരത്തെ സെയിൽസ് റിട്ടേണിൻ്റെ റീസൺ കൊടുത്ത പോലെ ഇവിടെയും കൊടുക്കാം. റീസൺ എന്താണെന്നുള്ളത് കൊടുക്കുക. സെയിൽസ് റിട്ടേൺ ആണ് എന്താണെന്നുള്ളത്. കറക്ഷൻ ഇൻവോയ്സ് എന്തെങ്കിലും കൊടുക്കുക. കറക്ഷൻ ഇൻവോയ്സ് കൊടുക്കാൻ വേണ്ടി. ഇൻവോയ്സ് വാല്യൂ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൊടുക്കുക. അപ്പോൾ കറക്ഷൻ ഇൻവോയ്സ് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. റീസൺ കൊടുക്കുക, കറക്ഷൻ ഇൻവോയ്സ്. ആണ് പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി. നേരത്തെ പറഞ്ഞ പോലെ പർച്ചേസ് റിട്ടേൺ കാണണമെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് എടുക്കുക. 2000 പർച്ചേസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറഞ്ഞു, 1000 റിട്ടേൺ ഉണ്ട്. അതുകൊണ്ട് നെറ്റ് എഫക്റ്റ് 1000 ഉള്ളൂ ഇപ്പോൾ പർച്ചേസ്. 1000 പ്ലസ് ടാക്സ്. പിന്നെ ആ പാർട്ടിയുടെ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. S&S കമ്പനിയാണ് നമ്മൾ റിട്ടേൺ ചെയ്ത അക്കൗണ്ട് ബുക്സ് ലെഡ്ജർ S&S കമ്പനി എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 2360 ടാക്സും കൂടെ കൂട്ടി അത്രയും പർച്ചേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 1180 റിട്ടേൺ ആയി. ബാക്കി 1180 സപ്ലയർക്ക് കൊടുക്കാനുള്ളൂ നമ്മൾ റിട്ടേൺ വന്നതുകൊണ്ട്. എന്നാണ് പർച്ചേസ് റിട്ടേണിൻ്റെ എൻട്രി. അടുത്തത് റിവേഴ്സ് ജേണലാണ്. F10 യൂസ്ഡ് ഫോർ റെക്ടിഫൈങ് റോങ് എൻട്രീസ്. നോൺ അക്കൗണ്ടിങ് വൗച്ചറാണത്. എന്തെങ്കിലും എൻട്രീസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്.
എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.